ഗുരുവായൂരപ്പ. അപ്പോൾ എൻ്റെ ചാനലായ ഹരേ കൃഷ്ണ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഞാൻ ഈ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ, അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിലായിക്കോട്ടെ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ എൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ്, കുറച്ചും കൂടെ ക്ലാരിഫൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിലായാലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായാലും അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന നിങ്ങളുടെ പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹബന്ധം തകർത്ത തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരിപ്പോൾ എന്ത് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അവർക്ക് നിങ്ങളോട് ചെയ്തതിൽ കുറ്റബോധമുണ്ടോ, അല്ലെങ്കിൽ അവരെന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ തട്ടിയെടുത്തതിൽ അവർ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ ഈ ഒരു ടാറോട്ട് കാർഡ് റീഡിങ്ങിലൂടെ നോക്കുന്നത്. അതായത് ഈ ഒരു പ്രമേയം വൈകാരികമായി വളരെ ആഴമുള്ളതാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു പ്രമേയം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള റീഡിങ്ങുകൾ പലർക്കും സമാധാനവും വ്യക്തതയും നൽകുന്നതായത് മുൻനിർത്തിയാണ് ഞാൻ ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലിൽ കൂടുതലും നിങ്ങൾക്കറിയാവുന്നതാണ്, കൂടുതലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രമേയം വളരെ വൈകാരികമായി വളരെ ആഴമുള്ള ഒന്നാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്കതിലൊരു ഒരു ചെറിയൊരു ആശ്വാസം എൻ്റെ റീഡിങ്ങിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. അത് എല്ലാവർക്കും ഇത് റെസൊണേറ്റ് ആവണമെന്നില്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് റെസൊണേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ പ്രണയബന്ധം തകർന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അപ്പം ഇതെല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അപ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. എൻ്റെ ഈ ഒരു റീഡിംഗ് കൊണ്ട് ചിലർക്കെങ്കിലും ജീവിതത്തിലൊരു പ്രകാശം ലഭിക്കാൻ വേണ്ടിയാണ്, അവരുടെ ജീവിതത്തിലൊരു തെളിച്ചം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമ്മൾ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ ടാറോട്ട് കാർഡ് റീഡിംഗ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്ന സ്ഥിരം കുറേ പ്രേക്ഷകരുണ്ട്, അവർക്ക് വേണ്ടി കൂടെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ പുതിയ കുറേ ആളുകൾക്ക് വേണ്ടി, ഇത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ചധികം ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതുപോലെ ഇതൊരു ഏജ്ലെസ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കാണുമ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതാണ്. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ടാറോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യത മാത്രമാണ്. അത് മാത്രം മുൻനിർത്തി നിങ്ങളൊരു ജീവിതത്തിലൊരു തീരുമാനം എടുക്കാതിരിക്കുക. അതിനെ ഒരു ടൂളായി മാത്രം കാണുക, ഒരു വസ്തുവായിട്ട് മാത്രം കാണുക, ഒരു ഉപകരണം മാത്രമായി കാണുക, ഒരു ഉപാധിയായി മാത്രം കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കുറച്ച് കാർഡ് എടുക്കാം. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, നിങ്ങളെ ചതിച്ചു പോയ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് കാർഡുകൾ ഇതൊക്കെയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ മറ്റൊരു വ്യക്തി നമ്മളിൽ നിന്ന് അകറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന വിവരിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വില്ലനായി വന്ന ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഒരു റീഡിങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തെ മുൻനിർത്തി നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ 3 കാർഡുകൾ വന്നിട്ടുണ്ട്. ആദ്യം തീർച്ചയായും നമുക്ക് നോക്കാം. അതായത് കർമ്മ എന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർമ്മ എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്.
അപ്പം ഈ ഒരു ടവർ കാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കർമ്മഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി നിങ്ങളോട് ചെയ്ത തെറ്റിനുള്ള ഒരു ശിക്ഷയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അതായത് നിങ്ങളോട് കടുത്ത തെറ്റാണ് ചെയ്തത്. കാര്യം നിങ്ങൾ ആ ഒരു വ്യക്തിയെ അത്രത്തോളം വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. അതായത് അവരവരുടെ കർമ്മഫലം ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവർ പോലും പ്രതീക്ഷിച്ചില്ല. കാര്യം അവർ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ട് ഒരുപാട് ആകാശഗോപുരം നിറയത്തിൽ അല്ലെ ദന്തഗോപുരം എന്ന് പറയും. ദന്തഗോപുരത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ, കുറേയൊക്കെ ഒരു ചീട്ടുകൊട്ടാരം തകർന്നു വീണ ഒരവസ്ഥയാണ് അവരുടെ ഇപ്പോഴത്തേക്ക്. അതായത് അവർ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് ഈ ഒരു ടവർ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചതിച്ചുപോയ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയാണ്. അതായത് നിങ്ങൾ അനുഭവിച്ച അതേ മാനസിക വിഷമം അവരനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് മാനസിക വിഷമങ്ങളിലൂടെയാണ് ആ ഒരു വ്യക്തി നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരൊട്ടും ഹാപ്പിയല്ല. അതായത് അതൊരു ലേഡിയാണെങ്കിലും ഒരു ജെൻ്റാണെങ്കിലും ലേഡിയാണെങ്കിലും അവരൊട്ടും ഹാപ്പിയല്ല. ആ വ്യക്തി ഒട്ടും ഹാപ്പിയല്ല. അവനല്ലെങ്കിൽ അവൾ ഒട്ടും ഹാപ്പിയല്ല. നിങ്ങളെ ചതിച്ച ആ ഒരു വ്യക്തി ഒട്ടും ഹാപ്പിയല്ല എന്നാണ് കാണിക്കുന്നത്. അവരവരുടെ കർമ്മഫലം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയെന്നാണ് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു 5 ഓഫ് സോർഡ് വന്നിട്ടുണ്ട്. 5 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്ത് കൊണ്ടുപോയി, ദൂരത്തേക്ക് കൊണ്ടുപോയി. ഇത് നിങ്ങളുടെ ബന്ധുവാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചൊരു വ്യക്തിയാവാം. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ്, ഒരുപാട് നിങ്ങൾ വിശ്വസിച്ചൊരു വ്യക്തിയാണ്. അതാണ് നിങ്ങൾക്ക് ഉണ്ടായ ഒരു പരാജയം. അവരെ ഒരുപാട് നിങ്ങൾ വിശ്വസിച്ച് പോയി. കാര്യം അവരുടെ സ്നേഹപ്രകടനങ്ങളിൽ നിങ്ങൾ വീണുപോയി. ഒരു സ്വാർത്ഥ താല്പര്യം, ഒരു കള്ളത്തരമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങളെ ചതിക്കാനാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഒരു കർമ്മ തിരിച്ചടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി വേറെ എവിടേക്കോ ദൂരെ കൊണ്ടുപോയി. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ കടുത്ത മത്സരവും അതുപോലെ തന്നെ തർക്കങ്ങളുമാണ് നടക്കുന്നതെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു മനസമാധാനവും ഇല്ല. വാക്ക് തർക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസിക സംഘർഷങ്ങൾ, വാക്ക് തർക്കങ്ങൾ, രണ്ടുപേർക്കും നിങ്ങളുടെ വ്യക്തിക്കുമില്ല, ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു സന്തോഷവും സുഖവും ഒന്നുമില്ല, സമാധാനമില്ല. അപ്പം കടുത്ത വാക്ക് തർക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിയിലൂടെ നേടിയെടുത്ത ഒന്നായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം വിശ്വാസമില്ല. ഇതെന്തൊക്കെയോ ചതി, ബ്ലാക്ക് മാജിക് ചെയ്താണ് ഈ ഒരു ടവർ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ ഇവരൊരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ് അല്ലെങ്കിൽ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്താണ്, പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താണ് അവർ തട്ടിയെടുത്തത്. അതുകൊണ്ട് ചതിയിലൂടെ നിങ്ങളിൽ നിന്ന് അവരെ തട്ടിയെടുത്തതാണ്. അതുകൊണ്ട് ചതിയിലൂടെ ആ ഒരു വ്യക്തിയെ നേടിയെടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചതിയിലൂടെ നേടിയെടുത്ത ഒന്നായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ പരസ്പരം വിശ്വാസമില്ല എന്നാണ് കാണുന്നത്. രണ്ടുപേർക്കും. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെയും വിശ്വാസമില്ല, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെയും വിശ്വാസമില്ല. ഇപ്പോൾ രണ്ടും കൂടെ ഇപ്പോൾ അടിച്ച് പിരിയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത്രത്തോളം മാനസിക വിഷമമാണ്. ആത്മഹത്യയുടെ വക്കീലൊക്കെ എത്തിയിട്ടുണ്ട് തേർഡ് പാർട്ടി. അത്രത്തോളം അവരുടെ ലൈഫ് അവസാനിപ്പിക്കാമെന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ നിലവിലത്തെ അവസ്ഥ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത്. അതുപോലെ ഇവിടെ ഒരു 3 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ പുറമേ ഒരു സന്തോഷമായി കാണിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ടാവാം. ഞാൻ വളരെ ഹാപ്പിയാണെന്ന് ഈ രണ്ടുപേരും. കാര്യം ഒരു അബദ്ധം പറ്റി, ഇനി അതെന്ത് ചെയ്യാനാണ്, അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ. ഒരു അബദ്ധം പറ്റിപ്പോയി, പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ അതിൽ നൂരിപ്പോരാനും പറ്റത്തില്ല, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അപ്പോൾ പുറമേ സന്തോഷമായിട്ടാണ് അവർ കാണിക്കുന്നതെങ്കിലും ഉള്ളിൽ അവർ ഒരൊറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ്
ഈ ഒരു തേർഡ് പാർട്ടി കടന്നു പോകുന്നത്. കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ അവരോടൊരു സ്നേഹമില്ല എന്നാണ് കാണുന്നത്, ഒരു മാനസിക അടുപ്പമില്ല എന്നാണ് കാണുന്നത്. ആ ഒരു വ്യക്തി അതിൽ നിന്ന് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്, അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് പുറമേ സന്തോഷമായി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളിൽ അവരൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതായത് ഒരു കർമ്മ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും. അതായത് അവർ ചെയ്ത തെറ്റ് അവരെ വേട്ടയാടുന്നതായിട്ടാണ് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവർ അത്രത്തോളം തെറ്റാണ് ചെയ്തത്, നിങ്ങളുടെ അടുത്ത് അത്രത്തോളം അവരെ വിശ്വസിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്ത നിങ്ങളോട് കടുത്ത അനീതി അല്ലെങ്കിൽ കടുത്ത വഞ്ചന കാണിച്ച വ്യക്തിയാണ് തേർഡ് പാർട്ടി. അത്രത്തോളം നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിലാക്കി, നിങ്ങളെ ഒരു മരിച്ച അവസ്ഥയിലേക്ക്, ഒരു മരണതുല്യമായ വേദനയിലേക്ക് കടത്തിവിട്ടൊരു വ്യക്തിയാണ്. കാര്യം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രണയ ജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ, നല്ല രീതിയിൽ പോയിക്കൊണ്ട് വന്നിരുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു വിലങ്ങ് തടിയായിട്ട് അല്ലെങ്കിൽ ഒരു മിന്നൽ പിണർ പോലെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അങ്ങനെ പതുക്കെ അവർ സ്വാർത്ഥ താല്പര്യം മുന്നിൽ കണ്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി ദൂരേക്ക് കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതി കൊണ്ടുപോയി. പക്ഷേ കുറേ നാളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ കർമ്മ തിരിച്ചടിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതായത് രണ്ടുപേർക്കും വിശ്വാസമില്ല. കാര്യം രണ്ടുപേർക്കും അറിയാം ഇതൊരു തെറ്റായ ബന്ധമാണ്, ഇതൊരു വിഷലിപ്ത ബന്ധമാണെന്ന് നിങ്ങളുടെ വ്യക്തിയും തിരിച്ചറിഞ്ഞു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. ഒരു ടോക്സിക് അഥവാ വിഷലിപ്ത ബന്ധമാണിത്. അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത് ആ ഒരു തേർഡ് പാർട്ടി അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുണ്ട്. ആ ഒരു വ്യക്തി അതിൽ നിന്ന് ഊരിപ്പോരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അതായത് അവർ എത്രത്തോളം പുറമെ അഭിനയിച്ച് ജീവിച്ചാലും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി കടുത്ത മാനസിക വേദനയിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഒരു ഊരാക്കുടുക്കിൽപ്പെട്ട അവസ്ഥയാണ് രണ്ടുപേരും കടുത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു കാർഡ് എടുക്കാം. ഈ ഒരു 3 കാർഡ് എടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഒരു 3 സെറ്റ് കാർഡ് എടുക്കാം. എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക തടവ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഒരു 8 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ വലിയൊരു കുറ്റബോധത്തിലോ അല്ലെങ്കിൽ പുറത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഈ ഒരു 8 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നത്. സ്വന്തം തീരുമാനങ്ങൾ അവരെ തന്നെ ചതിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഒന്നും എന്നത്തേക്കൊന്നും നിലനിൽക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളത്തരങ്ങൾ കൊണ്ടൊരു കൊട്ടാരം നിർമ്മിച്ചിട്ട് അതൊക്കെ പെട്ടെന്നൊരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. അതൊക്കെ താൽക്കാലിക സുഖം അല്ലെങ്കിൽ താൽക്കാലിക സന്തോഷം മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അതിനൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളാണ് ശരിയെന്ന്. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു വ്യക്തി ഇപ്പോൾ വലിയൊരു കുറ്റബോധത്തിലാണെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. അതാണ് 8 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നത്. അതായത് അവരെടുത്ത തീരുമാനങ്ങൾ അവരെ തന്നെ ചതിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളെ ചതിച്ച ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡെവിൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷുവലായിട്ടുള്ളൊരു അഡിക്ഷൻ മാത്രമാണ്. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്നേഹമുള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്ത ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു ഒരു സ്നേഹത്തെക്കാൾ ഉപരി അവരെന്തിനാണ് തട്ടിയെടുത്തത്? ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹം അടിസ്ഥാനം എന്തൊക്കെയോ സാമ്പത്തിക നേട്ടത്തിനും അവരുടെ ശാരീരിക സുഖത്തിനുമാണ് നിങ്ങളുടെ വ്യക്തിയെ ആ ഒരു തേർഡ് പാർട്ടി തട്ടിയെടുത്തത്. അല്ലാതെ അവർ തമ്മിലൊരു മാനസിക ഐക്യം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഒരു ആസക്തി, ഒരു ഒബ്സഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമാധാനമില്ല. അവർ തമ്മിലൊരു ഐക്യവുമില്ല, ഒരു മാനസിക ഐക്യവുമില്ല, ഒരു
വൈകാരികമായിട്ടുള്ളൊരു കണക്ഷനായിട്ട് തോന്നുന്നില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാനസിക സമാധാനമില്ല, ഒരു സെക്ഷുവൽ ഒബ്സഷനാണ്, ഒരു സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അല്ലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമാധാനം അവർ രണ്ടുപേരും അനുഭവിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണീരിന് കാലം ഒരു മറുപടി നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കർമ്മ ബൂമറാങ്കാണ്, വിതച്ചതേ കൊയ്യൂ എന്നൊക്കെ പറയുന്ന പോലെ നീതി നടപ്പിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങൾ അത്രമാത്രം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് അത്രത്തോളം സിൻസിയറായിട്ട് നിങ്ങൾ നിന്ന വ്യക്തിയാണ്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നീതി നടപ്പിലാകുന്നു എന്നാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ സഹിച്ച കണ്ണീരിന് കാലം മറുപടി നൽകുന്നതായി ഈ ഒരു കാർഡിലൂടെ മനസ്സിലാവുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവർക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു കണ്ണീരിന് കാലം മറുപടി നൽകുന്ന സമയമാണിതെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. അതായത് അവരർഹിക്കുന്ന ശിക്ഷ അവർക്ക് ജീവിതത്തിൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു സമയത്ത് നമുക്ക് കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അവർ കർമ്മ ഈ ഒരു സമയത്ത് അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ മൊത്തം 6 കാർഡ് എടുത്തു. അപ്പം നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാർഡ് റീഡർ എന്നുള്ള നിലയിൽ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഞാൻ കുറച്ച് പോയിൻ്റ് ഔട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് ഇപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന സുഹൃത്തുക്കളെ, അവരെന്ത് അനുഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ സമാധാനത്തിനാണ്. അപ്പം നിങ്ങളോട് എനിക്കൊരു ഉപദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭൂതകാലത്തെ വിട്ടുകളയുക, അവരവരുടെ കർമ്മഫലം അനുഭവിക്കട്ടെ എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കുക, മുന്നോട്ട് നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുക, മുന്നോട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി പോകുക, നിങ്ങളുടെ ജീവിതം കരപിടിപ്പിക്കുക നിങ്ങൾ നല്ല രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. മറ്റൊരാൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്കൊക്കെ തരുന്ന അഡ്വൈസ് ഇതാണ്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം, അതായത് നിങ്ങളെ അർഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി, അത് ഏത് വ്യക്തിയുമായിക്കോട്ടെ, അവർക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണീർ ഒഴുക്കുന്നത് നിങ്ങൾ നിർത്തേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്കായിട്ട് പ്രപഞ്ചം മികച്ചത് കരുതി വച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു 6 കാർഡിൽ നിന്ന് 2 സെറ്റുകളിൽ നിന്നും എടുത്ത മൊത്തം 6 കാർഡ് എടുത്തു. നമ്മൾ ആദ്യം 3 കാർഡ് എടുത്തു, പിന്നെ 3 കാർഡ് എടുത്തു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ സെൽഫ് ലോ ചെയ്യണം ഇപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൂതകാലത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യാതെ നിങ്ങളോട് തന്നെ ഒരു നീതി പുലർത്തുക. ഈ ഒരു സമയത്ത് നിങ്ങൾ അത്രത്തോളം വിഷമിച്ചൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. അതാണ്. അപ്പം ഞാനൊരു ലാസ്റ്റ് എനിക്കിതാണ് പറയാനുള്ളത്. അതായത് ഈ ഒരു റീഡിങ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചു എന്ന് ഞാൻ കരുതിക്കോട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ റീഡിങ്ങുകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നമുക്കൊരു കാര്യം പ്രത്യേകം ഞാൻ ഒരു കാര്യം വീണ്ടും കൂടെ പറയുകയാണ്. ഈ ഒരു ടാരോട്ട് റീഡിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സൂചനകൾ മാത്രമാണ്. ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രായോഗികമായ ചിന്തകൾക്കും കൂടെ നിങ്ങൾ മുൻഗണന നൽകണം എന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു റീഡിങ് അവസാനിപ്പിക്കാം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഈ ഒരു റീഡിങ് കൊണ്ട് ഗുണം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരും. അപ്പം എൻ്റെ ചാനലൊന്ന് ഹൈപ്പ് കൂടെ ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ഹൈപ്പ് കൂടെ ചെയ്യുക. കുറച്ച് ആളുകളുടെ ജീവിതത്തിലെങ്കിലും എൻ്റെ ഈ ഒരു റീഡിങ് കൊണ്ട് ഒരു ഗുണം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ
ലൈവ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിവസം എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ദിനമാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ടാറോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അപ്പം നന്ദി, നമസ്കാരം.